Hi dears, ഒരു മിനിറ്റ് കൊണ്ട് 5 മാർക്ക് നമുക്ക് ഉറപ്പിക്കാം. നോക്കിയാലോ. Give an example of major cities located in the equatorial region. ഭൂമധ്യരേഖ മേഖലയിലെ പ്രധാന നഗരങ്ങളുടെ ഉദാഹരണങ്ങൾ നൽകുക. അതായത് പ്രധാനമായും ചോദിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ നഗരങ്ങളെ കുറിച്ച്, സിറ്റീസിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൾറെഡി നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ, കുറച്ച് സിറ്റീസിന്റെ പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ബൊഗോട്ടയാണ് ആദ്യത്തെ വരുന്നത്. ബൊഗോട്ട എവിടെ വരുന്നത്? ക്യാപിറ്റൽ ഓഫ് കൊളംബിയ ആണ്, അല്ലെങ്കിൽ കൊളംബിയയുടെ തലസ്ഥാനമായിട്ടാണ് ബൊഗോട്ട വരുന്നത്. ഇത് സൗത്ത് അമേരിക്കയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ ഏതാ? സിംഗപ്പൂർ. സിംഗപ്പൂർ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. ജക്കാർത്ത വരുന്നുണ്ട്, അത് ഇന്തോനേഷ്യയുടെ ക്യാപിറ്റൽ ആയിട്ടാണ് വരുന്നത്, തലസ്ഥാനമായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് ഇക്വറ്റോസ് ആണ്, അത് പെറുവിലാണ് വരുന്നത്, ആമസോണിന്റെ അടുത്തിന്റെ ഒരു ഭാഗമാണ്. പിന്നെ എന്താ? കീറ്റോ ആണ്, അത് ഇക്വറ്റോറിന്റെ ഒരു ക്യാപിറ്റലായിട്ട് വരുന്നതാണ്, ഇക്വറ്റോറിന്റെ തലസ്ഥാനമായിട്ട് വരുന്നതാണ്. പിന്നെ വരുന്നത് മനൗസ് ആണ്. മനൗസ് എന്ന് പറയുന്നത് ബ്രസീലിലെ ആമസോൺ ബേസിനിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട സിറ്റിയാണ് ഈ മനൗസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. പിന്നെ വരുന്ന ബെലേം ആണ്. ബെലേം ബ്രസീലിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇത്രയും സിറ്റീസിന്റെ പേര് എന്ത് ചെയ്യാം മക്കൾ? അടിപൊളിയായിട്ട് പഠിക്കാം. ഇനി വീണ്ടും കാണാം. അതുവരേക്കും